ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അരാജകത്വം, അമാനുഷികം, അസഹനീയം. നമ്മുടെ ധനുഷണ്ണൻ അങ്ങ് ബോളിവുഡിൽ പോയി ചെയ്ത ഒരു ടോക്സിക് റൊമാൻറ്റിക് പാസ് ദുരന്ത കഥ തേരെ ഇഷ്കുമേ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ചൈനക്കാർ നമ്മുടെ ഇന്ത്യയുടെ മേലെ ബോംബിടാൻ വേണ്ടി ഒരു ഫ്ലൈറ്റും വിളിച്ച് വട്ടമിട്ട് കറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ്. ആൻഡ് അത് കണ്ടത് നമ്മുടെ എയർഫോഴ്സ് ധനുഷണ്ണൻ മൂപ്പരുടെ ജെറ്റും കൊണ്ട് കുത്തിന് ഓടിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവിടുന്ന് ചൈനക്കാരോട് വൺ ഡയലോഗ് അടി. ആൻഡ് ആ ചൈനക്കാരാണെങ്കിലോ അതൊന്നും മൈൻഡ് ആക്കാതെ നേരെ വണ്ടിയുടെ ഡിക്കി തുറന്ന് ബോംബിടാൻ വേണ്ടി നിൽക്കുകയാവും. അങ്ങനെ അവർ ആ ബോംബിടാൻ വേണ്ടി ഡിക്കി തുറന്നപ്പോഴേക്കും അതാ നമ്മുടെ ധനുഷണ്ണൻ അവരുടെ പിന്നിൽ വന്ന് നിന്ന് അവന്മാരെ മിസൈല് കാണിച്ച് നോക്കി പേടിപ്പിക്കും. അതോടുകൂടി ആ ചൈനക്കാരൊക്കെ അവിടുന്ന് പേടിച്ച് എസ്കേപ്പ് ആയി വീട് പിടിക്കുകയാണ്. എന്താടാ ഇത്? നിങ്ങളിപ്പോ പാകിസ്ഥാൻകാരൊക്കെ വിട്ട് ഇപ്പൊ ചൈനക്കാരുമായിട്ടാണ് കളി. കുറച്ച് മുന്നിൽ ഒരുത്തൻ ചൈനീസ് മിലിറ്ററി ക്യാമ്പിൽ പോയി വാണം വിട്ടത്. സോ ഗൈസ്, അങ്ങനെ ധനുഷണ്ണൻ ചെയ്ത് ഈ കാര്യം പറഞ്ഞതും ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് അണ്ണനോട് ചോദിക്കും, How dare you pulled out a weapon in international airspace? May I know? வாய்ஸ் வந்தது. எங்கிருந்து வந்துச்சு? மனசுல இருந்து. ഇത് കേട്ടതോട് കൂടി ആ ചീഫിന് മനസ്സിലാകും അണ്ണന് കാര്യമായിട്ട് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. സോ ആ എയർഫോഴ്സ് ചീഫ് അണ്ണനോട് പറയും, നീ ഒരു കൗൺസിലിംഗും കഴിഞ്ഞ് നിനക്ക് മാനസികമില്ലാന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ട് വണ്ടി ഓടിക്കാൻ കയറിയാൽ മതിയെന്ന്. സോ അങ്ങനെ നമ്മുടെ ധനുഷണ്ണന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി വരുന്ന ആളാണ് ഇതിലെ നായിക കൃതി സോണൻ. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഇവളാള് പ്രഗ്നന്റ് ആണ്, മാത്രമല്ല ഒരു ആൽക്കഹോൾ അഡിക്റ്റും. ശരിക്കും ധനുഷണ്ണൻ അല്ല ഇതിൽ കൗൺസിലിംഗ് വേണ്ടത്, അത് വേണ്ടത് ഇതാ ഇവൾക്കാണ്. അങ്ങനെ ധനുഷണ്ണനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ആ ഗർഭിണിയായ കൃതി എയർഫോഴ്സ് ക്യാമ്പിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു വമ്പൻ ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന്. അതെന്താന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും പഠിച്ചത് ഒരേ കോളേജിലാണ്. ആൻഡ് അതിൽ ധനുഷണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പര് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു കച്ചറ ചെങ്ങായാണ്. കച്ചറ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നടക്കുന്നവനൊക്കെ ബെൽറ്റ് ഉരി അടിക്കുക, റോട്ടിൽ കൂടെ പോണ ബസ്സൊക്കെ വെറുതെ കയറി അടിച്ചു പൊളിക്കുക, അങ്ങനെ ഒരു വൻ അലമ്പ് മനുഷ്യൻ. ഇനി കൃതിയെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ഒരു സൈക്കോളജി പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊജക്ട് എന്താന്ന് വെച്ചാൽ വയലൻസ് കാണിച്ച് നടക്കുന്ന കളിപ്പന്മാരെയൊക്കെ പ്രേമിച്ച് അവന്മാരുടെ വയലൻസ് മാറ്റാൻ പറ്റുന്നത്രേ. അങ്ങനെ ഇവൾ ഈ പ്രൊജക്ടിനെ പറ്റി ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ധനുഷണ്ണൻ ഒരുത്തിന് ഓടിച്ചിട്ട് അടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടതോടുകൂടി വയലൻസിനെ ലവ് കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന കൃതി നേരെ നമ്മുടെ ധനുഷണ്ണന്റെ മോന്ത അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് അവളുടെ അടി കൊള്ളണേന് മുന്നേ തന്നെ ആ കൈ കയറി ധനുഷണം പിടിക്കും. എന്നിട്ടൊരു റൊമാൻറ്റിക് ഡയലോഗാണ്, இவ்வளவு அழகான கையை அடிக்கணும்னு ஓங்கிட்டா ஏதாவது ஒரு கன்னத்துல பட்டுதானே ஆகணும். യെസ് ഗൈസ്, ധനുഷണ്ണൻ അവളോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ നായികക്കാണെങ്കിലോ ഇതൊക്കെ കണ്ടതും വേറൊരു ഐഡിയ ആണ് തോന്നിയത്. അതെന്താന്ന് വെച്ചാൽ ഇവളുടെ പ്രൊജക്ട് നടത്താൻ വേണ്ടി നമ്മുടെ ധനുഷണ്ണനെ അങ്ങ് പ്രേമിക്കുന്ന പോലെ അഭിനയിച്ച് ധനുഷണ്ണന്റെ വയലൻസ് ഇല്ലാതാക്കാന്ന്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാലന്റൈൻസ് ഡേ വരുന്നത്. ആ ദിവസം കലിപ്പനായ നമ്മുടെ ധനുഷണ്ണൻ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞ് കോളേജിന്റെ ടെറസിന്റെ മേലെ കയറി താഴെ നിൽക്കുന്ന കപ്പിൾസിന്റെ മേലേക്ക് വാണം വിടും. ആ സമയത്താണ് നമ്മുടെ കൃതി വന്ന് ധനുഷനോട് പറയുന്നത്, നമുക്കൊന്ന് ഡേറ്റ് ചെയ്യാൻ പോയാലോ എന്ന്. എനിക്ക് വാലന്റൈൻസ് ഡേ കൂടെ ഡേറ്റ് കയറിയ അതോടുകൂടി ധനുഷ് അതിൽ ഫ്ലാറ്റായി. അവളുടെ പിന്നാലെ ഒരേ നടത്തമായിരിക്കും. സോ ഗൈസ്, അങ്ങനെ ഇവൾ പ്രേമിച്ച് ധനുഷണ്ണന്റെ കലിപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അണ്ണൻ കൺസെഷൻ തന്നില്ലെന്നും പറഞ്ഞ് ഒരു ബസ് നടുറോഡിലിട്ട് തല്ലി പൊളിക്കുന്നത്. ആൻഡ് ഇത് കണ്ടത് നായിക അങ്ങോട്ടേക്ക് വരികയാണ് അണ്ണന്റെ വയലൻസ് കൺട്രോൾ ആക്കാൻ വേണ്ടി. പക്ഷെ വയലൻസ് കൺട്രോൾ ആവുന്നേ ഇല്ല. അവസാനം അവർ ആ ബസ്സിന്ന് 2 സീറ്റൊക്കെ പൊളിച്ചെടുത്ത് നടുറോഡിലിട്ട് വൻ മീറ്റിംഗ് നടത്തും. അപ്പൊ ആ മീറ്റിംഗിൽ അണ്ണൻ പറയും, എന്റെ ഈ വയലൻസ് ഒക്കെ കൺട്രോൾ ആവണമെങ്കിൽ എനിക്ക് സംഗമിക്കണമെന്ന്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്താ വിചാരിക്കാ, ആ പെണ്ണ പ്രൊജക്റ്റും ഉപേക്ഷിച്ച് അവന്റെ ചെപ്പ് നോക്കി ഒരെണ്ണം പൊട്ടിച്ചിറങ്ങി പോകുമെന്നല്ലേ. പക്ഷെ അല്ല ഗൈസ്, ഷീ വാസ് ടു മച്ച് ഡെഡിക്കേറ്റഡ്. അവൾ അപ്പൊ തന്നെ ധനുഷണ്ണനെ വിളിച്ചു പോയി റൂമും എടുത്ത് കിടന്നു കൊടുക്കും. അത് കണ്ടത് ധനുഷണ്ണൻ ആകെ വിജൃംഭിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇവള് നമ്മളെക്കാളും തറയടാ. അങ്ങനെ ആ സംഭവത്തോടു കൂടി ധനുഷണ്ണൻ അവളോട് ഭയങ്കര പ്രേമമാവുകയാണ്. എന്നിട്ട് ആള് വയലൻസ് മൊത്തം നിർത്തി ഒരു നല്ല കുട്ടിയായി മാറും. When will be
ആൻഡ് അതോടെ കൃതിയുടെ പ്രൊജക്ടും സക്സസ്ഫുൾ ആവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതും നമ്മുടെ ധനുഷണൻ റിയൽ ലവും കയറി ആകെ ഇമോഷണൽ ആയി കൃതിയെ അങ്ങോട്ട് പ്രൊപ്പോസ് ആക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിന്റെ ബെസ്റ്റ് വരുന്നു. അത് കണ്ടതും അവൾ ധനുഷണനെ ഒഴിവാക്കി അവനെ പോയി കെട്ടിപ്പിടിക്കും. അതുണ്ടോ നമ്മുടെ ധനുഷണനെ സഹിക്കാൻ പറ്റുന്നത്? മൂപ്പരാകെ ദേഷ്യം വന്ന് ബെസ്റ്റ് പരിപാടി ഒന്നും നടക്കൂല, മര്യാദക്ക് എന്നെ പ്രേമിച്ചോ ഇല്ലെങ്കിൽ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് അവള് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാടാ നിങ്ങൾ ഈ ബോധമില്ലാത്ത യുവാക്കളുടെ ഇടയിലേക്ക് തള്ളി വിടുന്നേ? ഒരാൾക്ക് വേണ്ടി ജീവിതം തൊലയ്ക്കാനൊന്നും ആരും നിക്കല്ലേ. സോ ഗൈസ്, അങ്ങനെ ആ സംഭവത്തോട് കൂടി കൃതി ധനുഷണനോട് പറയും, നീ എന്റെ ഡാഡിനെ വന്നൊന്ന് കണ്ട് സംസാരിക്കുമെന്ന്. ആൻഡ് അവളുടെ ഡാഡി ആണെങ്കിലോ ഒരു IAS ഓഫീസറും. മൂപ്പര് ധനുഷണനെ കണ്ടതും പറയും, എടാ നീ പോയി UPSC ക്ലിയർ ചെയ്ത് വാ, അപ്പൊ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തരാമെന്ന്. അത് കേട്ടത് നമ്മുടെ ധനുഷണൻ നേരെ പോയൊരു 3 വർഷവും എടുത്ത് UPSC പഠിച്ച് ക്രാക്ക് ആക്കി അവളെ കെട്ടാൻ വേണ്ടി കാവടി തുള്ളി അവളുടെ വീട്ടിലേക്ക് പോകും. അപ്പതാ അന്ന് ഇന്ത്യൻ ആർമിയിലെ വലിയൊരു ഓഫീസറായ സുഗു സിംഗുമായി കൃതിയുടെ കല്യാണ പരിപാടി നടക്കുന്നു. അത് കണ്ടതോട് കൂടി ആകെ ദേഷ്യം വന്ന ധനുഷണൻ കുറച്ച് പെട്രോൾ ബോംബും എടുത്തു കൊണ്ടുവന്ന് ആ പന്തല് മൊത്തം കത്തിച്ചു കളയും. അത് UPSCക്ക് പഠിച്ച MCQ ക്വസ്റ്റ്യനും പറഞ്ഞോണ്ട്. ഇവന് ചില്ലറ ഭ്രാന്തൊന്നുമല്ല, മുഴുത്തവട്ടാണ്, മുഴുത്തവട്ട്. ആശുപത്രി കൊണ്ടുവരുമെന്ന് എല്ലാരും പറയണേ. സോ ആ പന്തല് കത്തിച്ചതോട് കൂടി ധനുഷണനെ പോലീസുകാരൊക്കെ പിടിച്ച് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടിയിടിക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അങ്ങനെ ധനുഷണനെ സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടി മൂപ്പരുടെ ഡാഡി നാട്ടിലുള്ള എല്ലാവരുടെയും കാല് പിടിച്ച് നിരങ്ങുകയാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഡ്രാമയ്ക്ക് ഒരു പരിധിയില്ല. അങ്ങനെ മൂപ്പര് ധനുഷിനെ ജയിലിൽ നിന്ന് ഇറക്കി വരുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ധനുഷിന്റെ ഡാഡി മൂപ്പരുടെ ചേതക ബൈക്ക് എയ്റോപ്ലെയിൻ ആണെന്ന് പറഞ്ഞ് പറപ്പിച്ച് വിട്ട് തലയിടിച്ച് വീണ് പടമാവും. യെസ് ഗൈസ്, മൊത്തം ദുരന്തം. ഇവിടെ ധനുഷന്റെ ഡാഡി മരിച്ച ദുഃഖത്തിലാകെ ഡസ് പഠിച്ചിരിക്കുമ്പോൾ അവിടെ അവൾ അവളുടെ ഹൽദി ആഘോഷിക്കുന്നു. അതോടെ ദേഷ്യം വന്ന ധനുഷണൻ നേരെ അവളുടെ കല്യാണ പന്തലിൽ പോയി അവളെ അങ്ങ് ശപിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ധനുഷണൻ നേരെ പോയി അവന്റെ ഡാഡി ഡെഡായത് എയ്റോപ്ലെയിൻ ആണെന്ന് വിചാരിച്ച് ചേതക്ക് ഒടിച്ചിട്ടാണെന്ന് പറഞ്ഞ് ധനുഷണൻ നേരെ പോയി എയർഫോഴ്സിൽ ചേരും. പകരം ഇവിടെ കൃതിയാണെങ്കിലോ ആ വാർത്തയൊക്കെ അറിഞ്ഞതോട് കൂടി ഒരു മുഴു കുടിയെത്തിയായി ധനുഷണനെയും അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അത്രേ. അങ്ങനെ അന്വേഷിച്ചാണ് ഇവള് ധനുഷിന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിപ്പെട്ടത്. സോ ഗൈസ്, ഇവൾ ഇവിടെ എത്തിപ്പെട്ടതിന് ഒരു ഉദ്ദേശവും കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവൾ ഇപ്പോൾ ഗർഭിണിയാണല്ലോ. മാത്രമല്ല ഇവൾ അടിച്ചടിച്ച് ലിവറൊക്കെ പോയി കിടക്കുകയുമാണ്. സോ ഇവൾക്ക് ഇനി അധിക കാലമില്ല. ഇനി അതും പോരാഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവളുടെ ഭർത്താവ് സുഗു സിംഗ് ആണെങ്കിലോ കടലിൽ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും അയാൾ ഏത് നിമിഷവും തട്ടിപ്പോവാം. സോ ഇവര് രണ്ടുപേരും തട്ടിപ്പോയാൽ ഇവരുടെ കുഞ്ഞിനെ ഈ സൈക്കോ ധനുഷ് നോക്കണമെന്ന് പറഞ്ഞാണ് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഈ കഥ കേട്ടതോട് കൂടി മനസ്സലിഞ്ഞ ധനുഷണൻ, നിന്റെ ഭർത്താവ് മരിക്കില്ല, അവനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും, നീ എനിക്ക് ഭ്രാന്തില്ല എന്നൊന്ന് ഒപ്പിട്ട് തന്നാ മതി എന്ന് പറയും. അങ്ങനെ ആ ഒപ്പ് കിട്ടിയതും ധനുഷണൻ അവളുടെ ഭർത്താവ് സുഗു സിംഗിനെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പൊ അവിടെ പാകിസ്ഥാൻ കപ്പൽ അങ്ങേർക്ക് നേരെ വൻ വെടിവെപ്പ്. അത് കണ്ടത് നമ്മുടെ ധനുഷണൻ കൃതിയുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ മറന്ന് മൂപ്പരെ വെടിവെക്കുന്ന പാകിസ്ഥാൻ കപ്പലിലേക്ക് ഫ്ലൈറ്റ് ഇടിച്ചിറക്കി അത് മൊത്തം പൊട്ടിത്തെറിപ്പിച്ച് കളയുകയാണ്. ആൻഡ് ഇപ്പുറത്തെ കൃതിയാണെങ്കിലോ ആ കൊച്ചിനെ പ്രസവിച്ചതും തട്ടിപ്പോകും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അവസാനം ഈ ഭൂമിയിൽ അവളുടെ കൊച്ചും സുഗു സിംഗും മാത്രം ബാക്കിയാവും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലവ് ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.